ഞാനിവിടെ ചെയ്യാൻ പോണത് കരിമീൻ പൊരിക്കാൻ പോണ റെസിപ്പിയാണ് ചെയ്യാൻ പോണേട്ടോ. അതിന് വേണ്ടി ഞാനെടുത്തേക്കണത് ഒരു മീഡിയം കുറച്ച് ഒരുവിധം വലിപ്പമുള്ള 2 കരിമീൻ ഞാനിവിടെ എടുത്ത് വെട്ടിക്കഴുകി ഞാൻ വരഞ്ഞ് വെച്ചിട്ടുണ്ട്. ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിതിലേക്ക് ബൗളിലേക്ക് ഞാൻ ഒരു 2 അതൾ വേപ്പില, പിന്നെ ഒരു 6 വെളുത്തുള്ളി, പിന്നെ ഒരു കഷ്ണം ഒരു വിധം വലിപ്പമുള്ള ഇഞ്ചി, മുളക്, സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. ഇതാണ് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്. ഇനി കുറച്ച് ഉപ്പിട്ട 1/2 ടേബിൾ സ്പൂൺ ഉപ്പ്. ഇതെല്ലാം കൂടെ ഞാനിപ്പോൾ മിക്സിയുടെ ജാറിലിട്ട് അരയ്ക്കാൻ പോവുകയാണ്, പേസ്റ്റ് രൂപത്തിലാക്കാൻ പോകും. ഇനി അരച്ച് വെച്ച മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ അരച്ച് വെച്ച മസാല ഞാൻ ഈ കരിമീനിലേക്ക് പുരട്ടാൻ പോവുകയാണ്. ഞാനിതിപ്പോൾ ഈ 2 ഭാഗം കൂടെ പറ്റണേ കേട്ടോ. നല്ലോണം പരട്ടണോട്ട്, ഇങ്ങനെ നല്ലോണം തത്തിപ്പൊത്തി ഇങ്ങനെ വെക്കണം. ഇതിലേക്ക് ഒരു 20 മിനിറ്റ് 20 25 അല്ലെങ്കിൽ അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നാലും അതിലേക്ക് ശരിക്കും അങ്ങോട്ട് ഈ എരിവും പുളിയൊക്കെ അങ്ങോട്ട് നന്നായിട്ട് ഉപ്പും മുളകൊക്കെ നന്നായിട്ട് കൊള്ളും. ഞാൻ ഈ ചൂടായ ചട്ടിയിലേക്ക് മീൻ വറുക്കാനുള്ള എണ്ണ ഒഴിക്കണേ കേട്ടോ. മുളക് പറ്റി വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞ് ഞാനിത് തിളച്ച എണ്ണയിലേക്ക് ഇടാൻ പോവുകയാണ് വറുക്കാൻ വേണ്ടി. ശരിക്കും ഞാൻ മറിച്ചിടാൻ പോവേണ്ട. ഒരു ഭാഗം ശരിക്കും മൊരിയിട്ടുണ്ട്, ഇനി അടുത്ത ഭാഗം മൊരിയാൻ വേണ്ടി ഞാൻ മറിച്ചിടാൻ പോകുന്നു. പൊടിയാതെ മറിക്കണം കേട്ടോ. പൊടി കഴിഞ്ഞാൽ എൻ്റെ കരിമീൻ പൊരിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.